തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. നാളെ 3 മണി വരെ പത്രിക പിൻവലിക്കാം. സൂക്ഷ്മ പരിശോധന 2261 പത്രികകൾ തള്ളി. 98,451 പേരാണ് മത്സര രംഗത്തുള്ളത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 933 പേരുടെയും ജില്ലാ പഞ്ചായത്തിൽ 253 പേരുടെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. പത്രിക സമർപ്പിക്കേണ്ട സമയപരിധി പൂർത്തിയായപ്പോൾ ജില്ലയിൽ 12,938 പേരാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പത്രിക സമർപ്പിച്ചത്. സൂക്ഷ്മ പരിശോധനയിൽ ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ച 254 അപേക്ഷകളിൽ ഒരെണ്ണം തള്ളിയിരുന്നു. കോർപ്പറേഷനിലെ 100 വാർഡുകളിലായി ലഭിച്ച എല്ലാ പത്രികകളും അംഗീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കുന്നതോടെ മത്സരത്തിന്റെ ചിത്രം വ്യക്തമാകും. നാളെ 3 മണി വരെയായിരിക്കും ഇത്തരത്തിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം അനുവദിക്കുക. സൂക്ഷ്മ പരിശോധന അടക്കം ഇന്നലെ പൂർത്തിയായിരുന്നു. 2261 പത്രികകളാണ് സൂക്ഷ്മ പരിശോധനയിലൂടെ തള്ളിയിരിക്കുന്നത്. ഇനി മത്സരത്തിനുള്ള പോരാട്ടമാണ്. പ്രചരണങ്ങളുമായി സ്ഥാനാർത്ഥികളെല്ലാം തിരക്കിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കൊഴുക്കുകയാണ്. 9, 11 തീയതികളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 13-ാം തീയതിയോടെ ജനം ആർക്കൊപ്പമെന്ന് വിധി എഴുതും. വിധി അന്നാണ് അറിയാൻ സാധിക്കുക. നിലവിൽ 98,451 പേരാണ് സംസ്ഥാനത്തൊട്ടാകെ മത്സര രംഗത്തുള്ളത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളതെന്നും പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലാകെ 933 പേരുടെയും ജില്ലാ പഞ്ചായത്തിൽ 253 പേരുടെയും നാമനിർദ്ദേശ പത്രികയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പത്രിക സമർപ്പിക്കേണ്ട സമയപരിധി പൂർത്തിയായപ്പോൾ ജില്ലയിൽ 12,938 പേരാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പത്രിക സമർപ്പിച്ചത്. ഇനി പ്രചരണത്തിന്റെ കാലമാണ്. പ്രചരണം കൊഴുക്കുകയാണ്. ഓരോ വീടുകളും കയറിയിറങ്ങിയ തങ്ങളുടെ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. 9, 11 തീയതികളിലായി സംസ്ഥാനത്തൊട്ടാകെ ജനങ്ങൾ വിധി എഴുതും. തങ്ങൾ ആർക്കൊപ്പമാണ് എന്നത് നാളെ ആയിരിക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി.